ഇന്ന് സൺഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ നാളെ മൺഡേ രാവിലെ തന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാൻ ആക്ച്വലി ലഞ്ച് തൊട്ടുള്ള കാഴ്ചകളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ പ്രെയർ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഞാനിവിടെ വീഡിയോ ഇട്ടെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നമ്മുടെ ലഞ്ചിന് നമ്മൾ കപ്പ ബിരിയാണിയായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കപ്പ ബിരിയാണി അടിക്കാം എന്നായിരുന്നു ആദ്യത്തെ പരിപാടി. നല്ല സൂപ്പർ കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ ട്രിപ്പിന് കഴിഞ്ഞ തവണയാണെങ്കിലും കപ്പ ബിരിയാണി ഒരു ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ കപ്പ ബിരിയാണി സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇരുന്ന് കഴിക്കുന്നതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സൺഡേ ഈവനിങ് മെനു ആണ് ബാർബിക്യൂ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ദാണ്ട് ഇവിടെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ചെറിയ ടെൻറ്റൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പം കാണുന്നത്. ഇന്ന് വൈകിട്ട് ചായയ്ക്ക് നമ്മൾ കൂടെ കഴിക്കുന്നത് കട്ട്ലേറ്റാണ്, ട്യൂന കട്ട്ലേറ്റാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഇവിടെ ഷെറീനയും നിജി ചേച്ചിയും നടത്തുന്നത് കേട്ടോ. ട്രിപ്പ് ഈ പ്രാവശ്യത്തെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്തോ? കഴിഞ്ഞ വർഷത്തെ ആയിരുന്നോ അല്ലേ ഈ വർഷത്തെ ആയിരുന്നോ? അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് നമ്മള് രണ്ട് ടേസ്റ്റ് ആണ്, ഓറഞ്ചും ആപ്പിളും രണ്ട് ടേസ്റ്റ് ആണ്. ഇത് പറഞ്ഞതുപോലെ ഇത് നല്ല നമ്മൾ വെൽ പ്ലാൻഡ് ആയിരുന്നു, അറേഞ്ച്മെന്റ്സ് ഒക്കെ. അതുകൊണ്ട് നമ്മുടെ ഫുഡ് അതെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു, അതുപോലെ അറേഞ്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യും നല്ലവണ്ണം. നിങ്ങൾ കുടുംബപരമായി ഹാപ്പിയാണ്. നാളെ നമ്മുടെ ട്രിപ്പ് തീരുവ സന്തോഷത്തിലാണ്. ഒന്നും ചെയ്യേണ്ടി. ഓക്കെ, താങ്ക് യു. അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? എന്താണ് അഭിപ്രായം? പറയുകയാണെങ്കിൽ ട്രിപ്പ് വളരെ മനോഹരമായ ട്രിപ്പാണ്. ആകെ ഒരു കളർഫുൾ ആയിരുന്നു. പിന്നെ വന്ന ഓരോരുത്തരും വളരെ കോപ്പറേറ്റീവ് ആയതുകൊണ്ടാണ് ട്രിപ്പ് ഇത്ര കളർഫുൾ ആകുന്നത്. ഇത്ര സീരിയസ് ആക്കി എന്തിനാ ഈ പറയുന്നത്? അല്ല, കാര്യമായിട്ടല്ല. ട്രിപ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ നല്ലൊരു മെമ്മറിയാണ്. സത്യം നല്ലൊരു മെമ്മറിയാണ്. മിക്കാനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓർത്തിരിക്കും നമ്മള്. ഇപ്പോഴേ പലരും പറയുന്നുണ്ട് അടുത്ത വർഷം ഈ സമയത്ത് തന്നെ ട്രിപ്പ് വേണം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഒരു വർഷം രണ്ട് ട്രിപ്പെങ്കിലും വേണ്ടി വരും ആലോചിക്കും. പിന്നെ നിങ്ങളാവാനെ കൊണ്ടും എല്ലാവർക്കും അത് ഭയങ്കര എന്റർടൈൻമെന്റാണ്. സത്യം പറഞ്ഞാൽ നല്ല മഴയൊക്കെ ആയിരുന്നു, പുറത്ത് പോകാൻ പറ്റിയില്ല വന്നാൽ തന്നെ. പക്ഷെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. സമയം എങ്ങനെ പോകാൻ അറിയത്തില്ല. ഈ 3 ദിവസം തന്നെ കുറഞ്ഞു പോയോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ 2 ദിവസം അത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ വളരെ മനോഹരമായിരുന്നു. വളരെ സന്തോഷകരമായിരുന്നു. വളരെ ഹാപ്പിയായിരുന്നു. എല്ലാവരുമായിട്ടുള്ളൊരു ജീവിതം വളരെ സന്തോഷമാണ്. അപ്പൊ കുടുംബപരമായി നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. താങ്ക് യു. എങ്ങനെയുണ്ട് ട്രിപ്പ്? ഇഷ്ടപ്പെട്ടോ? ആണോ? ഹാപ്പിയാണോ? അത് പിന്നെ അടിപൊളി. അത് മതി. പുള്ളിക്കാരൻ അത്രയും ധൈര്യം ഉണ്ട്.
മലയാളി ഇല്ലായിരുന്നു, ആരോട് പറയാനാ, ഇതെവിടെ പറഞ്ഞ് തീരാൻ പറ്റും. അതിപ്പോ ഒരു ശീലമായി പോയി. അപ്പച്ച ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു ദിവസം സുപ്രഭാതത്തിൽ അമ്മച്ചി മരിച്ചു. അമ്മച്ചി മരിച്ചപ്പം അമ്മച്ചി അടക്കം രാജകീയമായിട്ട് വലിയ ഫ്യൂണറൽ സർവീസ് ടീമിനെയൊക്കെ വിളിച്ചുകൊണ്ട് അമ്മച്ചി അടക്കത്തിന് കൊണ്ടുപോയി. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം. അപ്പൊ അമ്മച്ചിയെ കൊണ്ട് അടക്കത്തിന് കൊണ്ടുപോയി. അവിടെ കൊണ്ട് മേളിൽ ചെന്നപ്പോൾ ഒരു വരിക്കപ്പിലാവ് ഇപ്പോൾ ഉണ്ട്. ഈ ശവം എടുത്തോണ്ട് കയറി നമ്മുടെ നാട്ടിൽ എടുത്തോണ്ടാണല്ലോ വന്നത്. കയറി ചെന്ന മുന്നിൽ ഇറക്കി എന്റെ കാല് തട്ടി അമ്മച്ചിയുടെ ശവപ്പെട്ടി അങ്ങ് താഴ്ത്തി വീഴും. അമ്മച്ചി അങ്ങ് എഴുന്നേറ്റ്. അമ്മച്ചിയുടെ ജീവൻ തിരിച്ചു. പെട്ടെന്ന് അമ്മച്ചി ജീവനോടെ വന്നു. അടുത്ത ഒരു 5-6 വർഷം കൂടെ അമ്മച്ചി ജീവിച്ചു. 5-6 വർഷം കഴിഞ്ഞാൽ വീണ്ടും അമ്മച്ചി മരിച്ചു, ശരിക്കും മരിച്ചു. അപ്പൊ അപ്പച്ചൻ പള്ളിയുടെ വാതികത്തിൽ പറഞ്ഞത്, മക്കളെ കേറുന്നൊക്കെ സൂക്ഷിക്കണം, അവിടെ പള്ളിയുടെ പേരുണ്ട്, സൂക്ഷിച്ച് വേണം കയറാൻ, അവിടെ പ്ലാവിന്റെ പേരുണ്ട്, ഇനി അതി തട്ടല്ലോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. എല്ലാവരും കട്ട്ലേറ്റൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഇതാണ്ട് നമ്മുടെ ബാർബിക്യൂടെ പരിപാടികൾ തുടങ്ങാൻ പോവാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വെതറായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ക്ലൗഡി ആയിരുന്നു. അപ്പം നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു മഴയൊക്കെ പെയ്യുമെന്ന്. പക്ഷേ മഴയൊന്നും ഇല്ലായിരുന്നു. ഒരിത്തിരി അവിടെ ഇവിടെയൊക്കെ ക്ലൗഡി ആയിട്ടുണ്ട്. പക്ഷെ നല്ല സൺസെറ്റ് ആ ഒരു ടൈം ആയിരുന്നുകൊണ്ട് തന്നെ നല്ലതായിട്ട് അത് ക്ലിപ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈഡേ വന്ന ദിവസം തന്നെ വൈകുന്നേരം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ചിക്കൻ അന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇനിയിപ്പം ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെ പുറത്ത് നമ്മൾ ബാർബിക്യൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കുറച്ച് പേര് ബർഗേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണാം. ഇതെന്തോ വെച്ചാ ഉണ്ടാക്കുന്നത്? ഇത് ബർഗറിന്റെ ഫില്ലറ്റ്സ്, പാറ്റീസ്. ഓക്കെ, ചിക്കൻ ഫില്ലറ്റ്സ്. ജോലി തിരക്കല്ലേ പറഞ്ഞിട്ട് അവസാനം. അങ്ങനെ നമ്മുടെ ഡിന്നറെല്ലാം കഴിഞ്ഞു. പിന്നെ നാളെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പയ്യെ എന്താ പറയുക, ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡേ ചെക്കൗട്ടിൻ്റെ വിഷ്വൽസ് ഒന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെയായിരുന്നു. ഈ ഫോട്ടോസൊക്കെ ഒത്തിരി നല്ല മെമ്മറീസ് അല്ലേ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പം വീണ്ടും ഒരു വേറെ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ അൻറ്റിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് യു. ബൈ.